അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ഭക്തരുടെ വൻ തിരക്ക്. രാമക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്ന ഇന്നലെ ഏതാണ്ട് 3 ലക്ഷം തീർത്ഥാടകരാണ് ക്ഷേത്രത്തിലെത്തിയതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്രത്തിൽ പൊതുജനങ്ങൾ ദർശനത്തിനെത്തുന്നത് തുടരുന്നു. കടുത്ത തണുപ്പിനെ അവഗണിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ കോണുകളിൽ നിന്ന് അയോധ്യയിൽ എത്തുന്നത്. തിരക്കുണ്ടെങ്കിലും നിർദ്ദിഷ്ട സമയത്തിനപ്പുറം ദർശനം നീട്ടാനാവില്ലെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ വ്യക്തമാക്കി. രാവിലെ 7 മുതൽ 11:30 വരെയും പിന്നീട് ഉച്ചയ്ക്ക് 2 മുതൽ 7 വരെയുമാണ് അയോധ്യയിലെ ദർശന സമയം. അതേസമയം രാമക്ഷേത്രം ഉയർത്തിയുള്ള BJPയുടെ രാഷ്ട്രീയ പ്രചാരണം തുടരുകയാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ കുടുംബസമേതം അയോധ്യ സന്ദർശിക്കും. ഓരോ സംസ്ഥാനത്തു നിന്നും അയോധ്യ ദർശൻ പരിപാടിയുടെ ഭാഗമായി 1,00,000 പേരെ BJPയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്രത്തിൽ എത്തിക്കും. ആം ആദ്മി പാർട്ടി BJPയുടെ ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് വിവിധ പ്രചാരണ പരിപാടികൾക്ക് രൂപം നൽകി. ദില്ലി, ഹരിയാന, പഞ്ചാബ്, മഹാരാഷ്ട്ര, ഗോവ എന്നിവിടങ്ങളിലെ ആം ആദ്മി പാർട്ടി ഘടകങ്ങൾ ഇതിനോടകം നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. അയോധ്യയിലേക്ക് ക്ഷണം ലഭിച്ച പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചുവെങ്കിലും നേതാക്കളും പ്രവർത്തകരും വരും ദിവസങ്ങളിൽ അയോധ്യയിലേക്ക് എത്തും. റിപ്പോർട്ടർ, ദില്ലി.